നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ തുടർന്ന് തലസ്ഥാന നഗരിയിലുണ്ടായ അക്രമ സംഭവങ്ങളും ക്രമസമാധാന തകർച്ചയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജോജോ ജോസാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. റെയ്ഡിനെത്തിയ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ സംസ്ഥാന പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും നിലവിലെ പോലീസ് അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികൾ പുറത്തുവരില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കേസ് CBI ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നേടിയ ശേഷം കോടതിയെ അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് സേവനങ്ങൾ നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്ന അഴിമതി ആരോപണത്തിലാണ് ED അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ ഈ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി 2026 മെയ് 26 കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് മെയ് 27 ED വൻ റെയ്ഡിലേക്ക് കടന്നത്. മെയ് 27 രാവിലെ ED സംഘം പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വസതി, കണ്ണൂരിലെ കുടുംബ വീട്, മരുമകനും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതി, ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസ് എന്നിവയുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന ആരംഭിച്ചു. ബേക്കറി ജംഗ്ഷനിലെ 7 മണിക്കൂർ നീണ്ട റെയ്ഡിനു ശേഷം ഉച്ചയ്ക്ക് 2:40 അസിസ്റ്റന്റ് ഡയറക്ടർ V. സനാഥ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 12-അംഗ ED സംഘം 3 ഔദ്യോഗിക വാഹനങ്ങളിലായി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലസ്ഥാന നഗരിയെ നടുക്കിയ ആക്രമണമുണ്ടായത്. ഇരുമ്പുവടികളും തടികളും കല്ലുകളുമായി സംഘടിച്ച 300ഓളം വരുന്ന ഭരണകക്ഷി, CPIM, SFI, DYFI പ്രവർത്തകർ ED വാഹനങ്ങൾ വളയുകയായിരുന്നു. ഇവന്മാരെ കൊല്ലട എന്ന കൊലവിളിയോടെയാണ് ആക്രമികൾ വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. അക്രമത്തിൽ ED ഉദ്യോഗസ്ഥൻ ഡിക്സൺ ഡേവിഡ്, ഡ്രൈവർ ശ്യാം എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇവർ സഞ്ചരിച്ച 3 വാഹനങ്ങളുടെയും ചില്ലുകൾ തകർക്കപ്പെടുകയും ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ED സംഘത്തിന് സംരക്ഷണം നൽകാൻ ശ്രമിച്ച വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രജിത്തിനും കല്ലേറിൽ പുരികത്തിന് മാരകമായി പരിക്കേറ്റു. ആക്രമണത്തിനു ശേഷം പ്രതികളിൽ ചിലർ തൊട്ടടുത്തുള്ള CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ള അഭയം പ്രാപിച്ചു. ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ തിരുവനന്തപുരം DCP തപോഷ് ബസുമാതാരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പാർട്ടി ഓഫീസ് വളഞ്ഞെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു. CPIM ജില്ലാ സെക്രട്ടറി V. ജോയ്, മുൻ മന്ത്രിമാരായ V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് എന്നിവർ ഗേറ്റിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പോലീസിനെ തടയുകയായിരുന്നു. പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്ന് വാക്ക് ലംഘിച്ചതായി DCP V. ജോയിയോട് പരസ്യമായി ചൂണ്ടിക്കാണിച്ചെങ്കിലും ചാനൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പാർട്ടി നേതൃത്വം നിശ്ചയിച്ച 4 പേരെ മാത്രമാണ് പോലീസിന് കൈമാറാനും സാധിച്ചത്. പ്രധാന പ്രതിയായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പിന്മാതിലൂടെ രക്ഷപ്പെട്ടതായും ആക്ഷേപമുണ്ട്. നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 FIR ഉണ്ട്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം എന്നിവ പ്രകാരം കേസെടുത്തു. CP രജിത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന ഒരാൾക്കെതിരെ മറ്റുള്ളവർക്കെതിരെയുമാണ് 2ാമത്തെ കേസ്. മ്യൂസിയം സ്റ്റേഷനിലെ ജൂനിയർ സബ് ഇൻസ്പെക്ടർ മധു S. ആണ് ഈ 2 സുപ്രധാന കേസുകളും സ്വയം അന്വേഷണം നടത്തുന്നത്. ഇതാണ് കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടാൻ ഹർജിക്കാരനെ പ്രേരിപ്പിച്ചത്.